PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC 2024 നടത്തിയ പരീക്ഷകളിലെ ബയോളജി ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചോദ്യങ്ങൾ വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, ബെക്കോ LDC തുടങ്ങിയ പരീക്ഷകൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയുടെ പേരെന്താണ്? ഉത്തരം വയോമിത്രം. ഓപ്ഷൻ ബി വയോമിത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ കോളറയും കുഷ്ഠവും ട്യൂബർകുലോസിസും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അടുത്ത ചോദ്യം, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഇവയെല്ലാം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. 71ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അനാരോഗ്യകരമായ ഭക്ഷണശീലം. അനാരോഗ്യമായ ഭക്ഷണശീലം. 72ാമത്തെ ചോദ്യം, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഉത്തരം ഓപ്ഷൻ സി ക്വാഷിയോർക്കർ. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽ പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ വൈറസ് വിഭാഗത്തിൽ. വൈറസ് വിഭാഗത്തിനാണ് COVID-19 കാരണമായ രോഗാണുക്കൾ ഉള്ളത്. 74ാമത്തെ ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി താലോലം. താലോലമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. 75ാമത്തെ ചോദ്യം, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡർടെല്ല പെർട്ടോസിസ്. ഉത്തരം ഓപ്ഷൻ എ ബോർഡർടെല്ല പെർട്ടോസിസ്. 76ാമത്തെ ചോദ്യം, ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വാരിസെല്ല വാക്സിൻ. വാരിസെല്ല വാക്സിനാണ് ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ. 77ാമത്തെ ചോദ്യം, ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത്. ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത്. 78ാമത്തെ ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗമാണ്. ഓപ്ഷൻ എ ഹൃദ്രോഗം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്രുതി തരംഗമാണ്. ഉത്തരം ഓപ്ഷൻ സി ശ്രുതി തരംഗം. 80ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1056. അടുത്ത ചോദ്യം, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡയേറിയ. ഉത്തരം ഓപ്ഷൻ ഡി ഡയേറിയ. 57ാമത്തെ ചോദ്യം, മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന 4 ശരിയാണ്. പ്രസ്താവന 4 ശരിയാണ്. അപ്പോൾ പ്രസ്താവന നോക്കാം. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇത് മാത്രമാണ് ശരിയായ പ്രസ്താവന. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. ഇത് തെറ്റാണ്. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നില്ല. ശ്വാസകോശ ധമനി വഹിക്കുന്നത് അശുദ്ധ രക്തമാണ്. 2. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതും തെറ്റാണ്. ശ്വാസകോശ സിര വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. 3. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇത് തെറ്റാണ്. ശ്വാസകോശ ധമനിയാണ് അശുദ്ധ രക്തം വഹിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന 4 മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയുടെ പേരെന്താണ്? ഈ കോളി ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ ഡി ഈ കോളി ബാക്ടീരിയ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി താപനില നിയന്ത്രിക്കുക. അപ്പോൾ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമായത് ഏതൊക്കെയാണെന്ന് നോക്കാം. എ. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക. ബി. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക. ഇതും ശരിയാണ്. ഡി. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഇവയെല്ലാം മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ഉത്തരം ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് ആണ് കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. അടുത്ത ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. ഉത്തരം ഓപ്ഷൻ ബി മഴക്കാടുകൾ. മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 38ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 39ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി. 40ാമത്തെ ചോദ്യം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ഉത്തരം ഓപ്ഷൻ ഡി ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അടുത്ത ചോദ്യം. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.